ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെക്കുറിച്ചുമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യത്തിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ആ രാജ്യത്തിനുള്ളത്, അല്ലെങ്കിൽ എന്ത് ധൈര്യം കൊണ്ടാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് അതിശയത്തോടു കൂടിയാണ് ലോകം നോക്കി നിൽക്കുന്നത്. അമേരിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സർവ്വ മേഖലയും അവർക്ക് സൈനിക ആധിപത്യവും ഇടപെടാനുള്ള സ്വാധീനവും ആയുധങ്ങളും ആണവായുധവും അതിൻ്റെ സംഘബലവും ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ അകത്ത് വിഷപ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യം പ്രതിരോധിക്കാനില്ലാത്ത വിധം സർവ്വ സൈന്യാധികരെ പോലെയാണ് അവർ പെരുമാറുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ആ കസേരയിൽ ട്രംപ് എന്നല്ല, ബൈഡൻ എന്നല്ല, ബുഷ് എന്നല്ല, ആര് കയറിയിരുന്നാലും ഇങ്ങനെയൊക്കെ ഭരിക്കാൻ വേണ്ടി സാധിക്കും. അത് ഭരിക്കുന്ന ഭരണാധികാരികളുടെ പ്രത്യേകതയല്ല, ആ രാജ്യം ശേഖരിക്കപ്പെട്ട അല്ലെങ്കിൽ ആ രാജ്യം അത്രയും വലിയ ബൃഹത്തായിരിക്കുന്ന സൈനിക സംവിധാനമുള്ള രാജ്യമാണ് എന്നതുകൊണ്ടാണ്. നമ്മുടെ കയ്യിൽ ആയുധങ്ങളും സംവിധാന കാര്യങ്ങളും ഉണ്ട്. അതില്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും, അല്ല ആക്രമിക്കാൻ സാധിക്കും എന്ന് മാത്രം ആലോചിച്ചാൽ അതിൻ്റെ റൂട്ട് നമുക്ക് ക്ലിയർ ആവും. എന്നാൽ ഇത്രയും വലിയ ശക്തിയുള്ള, ബലമുള്ള, ധൈര്യമുള്ള, ആണവായുധമുള്ള രാജ്യത്തെ ഒരു നിസ്സാരമാക്കപ്പെട്ട ഒരു രാജ്യം പ്രതിരോധിച്ചു നിർത്തുന്നു, ഭയപ്പെടുത്തി നിർത്തുന്നു എന്നുള്ളിടത്താണ് ലോകം അതിശയിക്കുന്നത്. അത് റഷ്യക്ക് സാധിക്കാത്ത, ചൈനയ്ക്ക് സാധിക്കാത്ത, കൊറിയക്ക് സാധിക്കാത്ത കാര്യമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഒരേ ഒരു രാജ്യത്തിന് സാധിക്കുന്നത്. എന്ത് മറിവായമാണ് ഇവർക്കുള്ളത്, എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. നമ്മൾക്കിങ്ങനെ തുടങ്ങാം. ഇപ്പോഴത്തെ സുപ്രീം ലീഡറും ആത്മീയ നേതാവുമായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി ആ കസേരയിൽ എത്തിയത് എങ്ങനെ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അതിനുത്തരം 979 ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ച വ്യക്തിയാണ് ഇപ്പോഴത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി. അവിടെ നിന്നാണ് അതിൻ്റെ ആരംഭം നമുക്ക് കുറിക്കാൻ വേണ്ടി പറ്റുക. അഥവാ 989 ജൂൺ മാസം 4-ാം തീയതി ആയത്തുള്ള റൂഹുള്ള ഖൊമേനി മരണപ്പെട്ടപ്പോൾ പിന്നാലെ സുപ്രീം ലീഡറായി ഖംനായിയെ, ഇപ്പോഴത്തെ സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ നിയോഗിക്കപ്പെട്ടു. അതിൻ്റെ പിന്നാമ്പുറം കുറച്ച് വലിയ കഥകൾ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ വലത് കൈക്ക് സ്വാധീനമില്ല, അതൊരു ബോംബ് സ്ഫോടനത്തിൽ തകർന്നതാണ്. അപ്പോൾ അവിടം വരെ എത്തി, അവിടെ നിന്ന് അദ്ദേഹത്തെ അംഗീകരിക്കപ്പെട്ടു. ഇന്നത്തെ പരമോന്നത അധികാര സ്ഥാനത്താണ് ഖംനായി ഇരിക്കുന്നത് എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്നു. എന്നതിനപ്പുറം അമേരിക്കയും ഇസ്രായേലിനെയും വിളറി പിടിപ്പിക്കുന്നു എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 1939 ഏപ്രിൽ മാസം 19-ാം തീയതി മഷ്ഹാദ് എന്ന് പറയുന്ന പടിഞ്ഞാറൻ ഇറാൻ്റെ ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇസ്ലാമിക് തിയോളജി, ഖോം, മഹാദ് എന്ന് പറയുന്ന 2 യൂണിവേഴ്സിറ്റികളിൽ വെച്ച് അദ്ദേഹം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പഠനം പൂർത്തീകരിച്ചു. 1981-89 ഇറാൻ്റെ 3ാമത്തെ പ്രസിഡൻ്റായി ഖംനായി അധികാരമേറ്റു. 89 സുപ്രീം ലീഡറായി. അത് നമ്മൾ പറഞ്ഞു. സൈന്യം, രഹസ്യാന്വേഷണ ഏജൻസി, നീതി സംവിധാനം, മാധ്യമങ്ങൾ എന്നിവയ്ക്ക് മുകളിലുള്ള അവസാനത്തെ വാക്കും അധികാരപരിധിയും ഖംനായിക്കാണ്, അതെ സുപ്രീം ലീഡർക്കാണ് ഭരണഘടനാ പ്രകാരം ഇറാനിലുള്ളത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഉണ്ടാക്കപ്പെട്ട ഭരണഘടനയിൽ സുപ്രീം ലീഡർക്ക് സമ്പൂർണ്ണമായിരിക്കുന്ന അധികാര പദവി വെച്ചിട്ടാണ് ആ ഭരണഘടന പൂർത്തീകരിച്ചത്. അതിൻ്റെ താഴെയാണ് ഇറാൻ്റെ പ്രസിഡൻറ്റും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമടക്കമുള്ള ക്യാബിനറ്റ് മന്ത്രിമാരുടെ പദവി പോലും ഈ പറയപ്പെട്ട സുപ്രീം ലീഡർ താഴെയാണ് എന്നതിനാൽ ഈ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പിരിച്ചുവിടാനുള്ള അധികാരം സുപ്രീം ലീഡർക്കുണ്ട് എന്ന് ചുരുക്കം. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്ന പ്രക്ഷോഭങ്ങളെ അദ്ദേഹം അടിച്ചൊതുക്കിയതും അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചതും എങ്ങനെയെന്ന് നോക്കാം. എന്തൊക്കെ പ്രക്ഷോഭങ്ങളാണ് ആ രാജ്യത്ത് നടന്നത് എന്നതിലൂടെ നമ്മൾക്കൊന്ന് ഓടിച്ചു പോകാം. 1999 വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പ്രക്ഷോഭമായിരുന്നു. സ്വാതന്ത്ര്യ നിയന്ത്രണം സർക്കാർ കൊണ്ടുവന്നതിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി. അത് ജനകീയ പ്രക്ഷോഭമായി. രാജ്യത്തുടനീളം അത് വ്യാപിച്ചു. 31 പ്രവിശ്യയും അതിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ
പ്രതിധ്വനി കൊണ്ട ഏരിയകളാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഘട്ടം ഘട്ടമായ രീതിയിൽ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിൽ ആദ്യഘട്ടത്തിൽ ഇറാൻ പരാജയപ്പെട്ടു. പിന്നീട് ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ഏരിയകൾ തിരിച്ചും ഭാഗങ്ങൾ തിരിച്ചും അവർ ആ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കി. അതോടുകൂടി രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ഏത് തരം പ്രക്ഷോഭത്തെയും അടിച്ചൊതുക്കാൻ മാത്രം ശക്തിയും കരുത്തും തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ സർക്കാരിന് ബോധ്യമായ ഒരു പ്രക്ഷോഭ പരിഹാരമായിരുന്നു, അല്ലെങ്കിൽ പ്രക്ഷോഭ നിയന്ത്രണമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. 2009 ഗ്രീഫ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രക്ഷോഭം വേറെ വന്നു. 99 എന്ന് പറയുന്ന സമയത്ത് 10 വർഷത്തിന് ശേഷം പ്രസിഡൻ്റായിട്ട് നജാദ് തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ അതിൽ ഇലക്ഷൻ കമ്മീഷൻ കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും തിരഞ്ഞെടുപ്പ് വിജയത്തെ അട്ടിമറിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് ലക്ഷങ്ങൾ തെരുവിലിറങ്ങിയത്. അതിന് ഗ്രീൻ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട വിളംബരം അതായിരുന്നു അവിടെ നടത്തിയത്. അത് ഈ പറഞ്ഞ പോലെ വല്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള ഈ ഇറാനോട് വിരോധമുള്ള എല്ലാ രാജ്യങ്ങളും അതിൽ പങ്കെടുത്ത് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകി. നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അയാൾ അതിന് യോഗ്യനല്ലെന്നും ഇലക്ഷനിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്നും റിസൾട്ടിൽ മറിമായം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആരോപിക്കപ്പെട്ടത്. മറ്റുള്ള വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായതോട് കൂടിയിട്ട് അത് വലിയ പ്രക്ഷോഭവും സമരവുമായിട്ട് മാറി, പ്രതിസന്ധിയായി, വിഷയങ്ങളായി. അങ്ങനെ പിന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വന്നു. അങ്ങനെ കൈകാര്യം ചെയ്തു. ആ പ്രക്ഷോഭം അവസാനിച്ചു. പിന്നീട് അതിന് ശേഷം 2017-18 സാമ്പത്തിക പ്രതിഷേധങ്ങൾ, അഥവാ തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നീ ഈ വിഷയമായി തോന്നിയിരിക്കുക, ഈ കറൻസിയുടെ മൂല്യ ഇടിവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭം വീണ്ടും പുറത്തു വന്നു. അതും തുടങ്ങിയത് വിദ്യാർത്ഥികളിൽ നിന്നാണ്. പിന്നെ വിദ്യാർത്ഥികൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു. പിന്നെ ജനകീയ പ്രക്ഷോഭമായി IRGC എന്ന് പറയുന്ന അവിടുത്തെ മിലിറ്ററി ബേസ് സൈന്യവും സംയുക്തമായി രംഗത്തിറങ്ങിയിട്ട് അതിനെ അടിച്ചൊതുക്കി. അതിന് വല്ലാത്ത കാലൊന്നും ഉണ്ടായിട്ടില്ല. പൊട്ടിപ്പുറപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. 2019 ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് ഒരു പ്രക്ഷോഭം അവിടെ നടന്നു. അപ്പോൾ അതുവരെ ഉപയോഗിച്ചിരുന്ന ഇന്ധന വിലയുടെ 30% അധികം വന്നു എന്നുള്ളതാണ് പറയുന്നത്. 30 ഇരട്ടി അധികം, അങ്ങനെയാണ് പറയുന്നത്. 30 ഇരട്ടിയാണ് പറയുന്നത്, ശതമാനമല്ല. അത്രയും അധികം വന്നു എന്നാണ് പറയുന്നത്. അതിനെതിരെ ശക്തമായിരിക്കുന്ന പ്രക്ഷോഭം ഈ പറയുന്ന പോലെ ഉണ്ടായി. പിന്നെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചുകൊണ്ടും ഈ മൊബൈൽ സംവിധാനം ഇല്ലാതാക്കിക്കൊണ്ടും ഇലക്ട്രിസിറ്റി പോലെയുള്ള സംവിധാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടും ആ തരത്തിൽ എന്ത് ചെയ്തു? അവർ ആ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കി. 2022 മഹ്സ അമീനിയുടെ പ്രതിഷേധം വന്നു. അത് ഹിജാബ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങിയ പ്രക്ഷോഭമായിരുന്നു. പൂർണ്ണമായിരിക്കുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഭാഗത്തെ പിന്തുണച്ചു. അതുകൊണ്ട് അവർക്ക് ആവേശം ഇരട്ടിച്ചു. പ്രക്ഷോഭം വ്യാപകമായി. ഇറാൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പോലും പ്രക്ഷോഭകാരികൾ ഇടിച്ചു കയറുന്ന തരത്തിൽ ആ പ്രക്ഷോഭം വ്യാപിക്കുകയും ഏറെക്കുറെ സർക്കാർ നിലം പൊത്തുമെന്ന് ലോക മീഡിയകളും മാധ്യമങ്ങളും വിലയിരുത്തപ്പെടുകയും ചെയ്തു. പടിഞ്ഞാറൻ മീഡിയകളുടെ പരിപാടി തന്നെ ഇറാനിൽ എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വല്ലാത്ത രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് വിപുലമാക്കി ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത് സാധാരണ ചെയ്യാറുള്ളതാണ്. ഹിജാബ് വിഷയം വന്നു. അതൊരു ജാതീയ വിഷയമായതുകൊണ്ടും ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ എന്നതിനാലും അതിന്മേൽ തൂങ്ങിക്കൊണ്ട് ആ ഭരണത്തെ അട്ടിമറിക്കാനുള്ള വലിയ ഇടപെടലൊക്കെ അന്ന് നടത്തിയിരുന്നു. പരാജയപ്പെട്ടു. സ്ത്രീകൾ നേതൃത്വം നൽകിയ ചരിത്ര പ്രക്ഷോഭം എന്ന് അമേരിക്ക അതിനെ വിശേഷിപ്പിച്ചു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നേരിട്ട് പിന്തുണ കൊടുക്കുന്ന തരത്തിലായിരുന്നു അവരുടെ ഇടപെടൽ എന്ന് ഈ ഇറാൻ്റെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 2026 നമ്മളിപ്പോൾ ഈ കഴിഞ്ഞിരിക്കുന്ന സാമ്പത്തിക പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് IRGC, റവല്യൂഷൻ ഗാർഡ് എന്നിവർ പൂർണ്ണമായ രീതിയിൽ അതിലിറങ്ങിക്കൊണ്ട് അതിനെ അടിച്ചൊതുക്കി എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ അവിടെ പേഴ്സണൽ ട്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകളുണ്ട് എന്ന് കരുതുന്നു. പ്രത്യേക യൂണിഫോമൊന്നും ഇല്ലാത്ത ജനങ്ങൾക്കിടയിലൂടെ സാധാരണക്കാരെ പോലെ ഇറങ്ങി നടക്കുന്ന വിഭാഗമാണ്. അവർ IRGCയോടുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് ഇതിനടിച്ചൊതുക്കപ്പെട്ടത് എന്ന് പറയുന്നു. അഥവാ 35 വർഷമായി
ആയത്തുള്ള അലി ഖംനായി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണ കസാരയിൽ കുത്തിരിക്കുന്നത് എന്ന് ചുരുക്കം. 1980 ഡെപ്യൂട്ടി ഡിഫൻസ് മന്ത്രിയായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടിട്ടുണ്ട്. 81 പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ അധികാരം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് അപകടം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നോക്കാം. 1981 ജൂൺ മാസത്തിലാണ് പ്രസംഗത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ട് കൈക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റത്. ആ സംഭവം ഇങ്ങനെയാണ് പറയുന്നത്. 1981 ജൂൺ മാസം 27-ാം തീയതി തെഹ്റാനിലെ അബൂസൽ മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്ത്, അബൂസൽ മസ്ജിദിൽ അവിടെ വെച്ചിട്ട് മതപരമായിരിക്കുന്ന ഒരു പ്രസംഗം നടക്കുന്നതിനിടെ ടേപ്പ് റെക്കോർഡിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. അതുമായിട്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നതായിരിക്കുന്ന ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തിറങ്ങിയിരുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളൊന്നും അറിയില്ല. പൊട്ടിത്തെറിച്ച ആകെ പുകപടലെ ഇദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നു. ഈ സംഭവം ഖംനയുടെ ജനപിന്തുണ വൻ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. 1981 തെരഞ്ഞെടുപ്പിൽ 95% വോട്ട് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ചുരുക്കം. എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹെഡ്ലിങ് കൊടുത്ത പോലെ അയാൾ ഒറ്റക്കാണ്, അതും വലത് കൈയില്ലാതെ. വലത് കൈക്കാണ് ഇത് പരിക്ക് പറ്റിയത്. വിരലുകൾ ചലിക്കില്ല, കൈകൾ ചെറിയ രീതിയിൽ മാത്രമാണ് ചലനശേഷിയുള്ളത്. എപ്പോഴും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം പറയുക. വലത് കൈ അപ്പോൾ ഇങ്ങനെ തൂക്കി ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വലത് കൈ അദ്ദേഹം ചലിപ്പിക്കാറില്ല, അപൂർവമായിട്ട് മാത്രമാണ് ചെറിയ രീതിയിലുള്ള ചലനം മാത്രമേ ഉള്ളൂ. വിരലുകൾക്ക് ചലനമില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഇറച്ചിയും എല്ലൊക്കെ ചെതറിപ്പോകുന്ന തരത്തിലുള്ള ശക്തമായിരിക്കുന്ന ബോംബായിരുന്നു അന്ന് പൊട്ടിത്തെറിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് പറയാനുള്ളത് അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും എന്താണ് വൈരാഗ്യം എന്നുള്ളത്. ബദ്ധവൈരികളായിട്ട് അവർ മാറാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ. ഇറാൻ ഇസ്രായേലിനെയും അമേരിക്കയും സാത്താൻ്റെ രാജ്യങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആശയപരമായും ചരിത്രപരമായും മതപരമായും അധികാരപരമായും അവർ തമ്മിൽ വലിയ വൈരുദ്ധ്യവും വിരോധങ്ങളുണ്ട്. 1979 അമേരിക്കയുടെ എംബസി പിടിച്ചെടുത്തിരുന്നു. ഇറാനിലുള്ള അമേരിക്കയുടെ എംബസി പിടിച്ചെടുത്ത് 52 അമേരിക്കയുടെ നയതന്ത്രജ്ഞരെ 444 ദിവസം തടവിൽ വെച്ചു. അതിന് സർക്കാർ കൂട്ടുനിന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് ഇസ്ലാമിക വിപ്ലവം നടക്കുന്ന ആ കാലത്താണ്. ഭരണ സംവിധാനത്തിനൊക്കെ വലിയ രീതിയിൽ ഇളക്കം തട്ടിയിരിക്കുന്ന ആ കാലത്ത് ഇത് ചോദിക്കാനും പറയാനും ആരില്ലാതെ പോയി എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടായി. കാരണം 79 പിടിച്ചെടുക്കുന്നു, 80 ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീട് 80 കാലഘട്ടത്തിലാണ് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടാകുന്ന സംഘർഷവും പ്രശ്നങ്ങളും വിഷയങ്ങളുമായിരിക്കുന്ന ഒരു നീണ്ട കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അതോടുകൂടി ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അമേരിക്കയും ഇറാനും അങ്ങനെ അകന്ന് പോയി എന്ന് ചുരുക്കം. അപ്പോൾ ഇതിൽ അമേരിക്ക ഇറാനുമായിട്ട് എതിർപ്പുണ്ടാവാനുള്ള പ്രധാന കാരണം പറയുന്നത്, ഒന്ന് ആണവ പദ്ധതി, രണ്ടാമത്തെ ഫലസ്തീൻ്റെ പിന്തുണ, മൂന്നാമത്തത് ഈ ഇസ്ലാമികപരമായിരിക്കുന്ന ആധിപത്യം, സർവ സംവിധാനത്തോടു കൂടിയുള്ള ആധിപത്യം, അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ അധികാരം വെച്ചാൽ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള പരിശ്രമം. ഇതെല്ലാം എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അമേരിക്കൻ അകറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ അവസാനത്തെ വരിയിൽ അല്ലെങ്കിൽ അവസാനത്തെ ബെഞ്ചിൽ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇറാൻ ഉണ്ടായിരുന്നു. നേതൃത്വം കൊടുത്തത് ഈജിപ്തായിരുന്നു, സിറിയ ഉണ്ടായിരുന്നു, ലെബനാൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇറാനും ഇറാഖും ലെബനാൻ അതിൽ പറഞ്ഞു, ഇറാനും ഇറാഖും. ഇറാഖ് എന്ന് പറഞ്ഞ സമയത്ത് അറബ് രാജ്യമാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യമല്ല, പേർഷ്യൻ രാജ്യമാണ്. 4 അറബ് രാജ്യവും പിന്നീട് ഇറാനും, അങ്ങനെ 5 രാജ്യമാണ് കാര്യമായിട്ട് അതിൽ പങ്കാളിത്തം വഹിച്ചത്. സൗദി അറേബ്യ അതിന് സഹായം നൽകിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും. അങ്ങനെ ഇത്രയും രാജ്യങ്ങൾ, ജോർദാൻ നമ്മൾ അതിൽ വിട്ടുപോയിട്ടുണ്ട്, ജോർദാനും കൂട്ടിയിട്ടാണ് പറഞ്ഞത്. 4 രാജ്യം നേരിട്ടും 2 രാജ്യങ്ങൾ പിറകിൽ നിന്ന് പിന്തുണ. ആ പിറകിലുള്ള പിന്തുണയിൽ ഒന്ന് ഇറാഖും ഒന്ന് ഇറാനുമാണ്. ആ യുദ്ധത്തിലെല്ലാം സൈനികമായിട്ട് തീരെ ശക്തിയില്ലാത്ത രാജ്യമാണെങ്കിൽ പോലും ഇസ്രായേലുമായിട്ടുള്ള വിരോധം പ്രകടിപ്പിക്കാൻ ഇറാന് കിട്ടിയ അവസരമൊന്നും അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ഒരു മിസൈലിൻ്റെ കഷ്ണമെങ്കിലും വീണാൽ പോലും രാജ്യത്തോടുള്ള യുദ്ധമായിട്ട് കണ്ട് തങ്ങൾ തിരിച്ചടിക്കും
എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലുള്ള വിമാനങ്ങളൊക്കെ റദ്ദാക്കി അവിടെ വലിയ സുരക്ഷിതത്വം ഏർപ്പെടുത്തി. ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അറേബ്യൻ രാജ്യങ്ങളിലുള്ള സർവ്വ മേഖലയ്ക്കും സുരക്ഷ ഏർപ്പെടുത്തി. സുരക്ഷാ സംവിധാന കവചങ്ങൾ തീർക്കാൻ അമേരിക്കയുടെ സൈനികർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടാൻ മാത്രം ഇറാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറാൻ ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സംഘബലത്തേക്കും സൈനിക രീതികൾക്കും അപ്പുറം ഒരു ഈമാനിക വിശ്വാസം അവർക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മതപരമായിരിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ആ ഒരു ആശയത്തിൽ ഊന്നിയിരിക്കുന്ന പ്രവൃത്തികൾ എല്ലാ കാലത്തും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ്? ഒന്ന്, മരിക്കാൻ പേടിയില്ല എന്നുള്ള ഭയം, ജീവിതത്തോട് ആർത്തിയില്ലാത്തത്, വിശ്വാസപരമായിരിക്കുന്ന ദൃഢത, ഇതെല്ലാം എല്ലാ കാലത്തും ഷിയാക്കളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന വലിയ മനക്കരുത്തുള്ള സംഭവമാണ്. ഇതൊന്നുമില്ലാത്തവരാണ്, ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഇറാൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനികർ. ശമ്പളത്തിന് ജോലി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അവർക്ക് ജീവപായമുണ്ട്, മറ്റവർക്ക് അതില്ല. ഇത് തമ്മിലാണ്, രണ്ട് ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സത്യമാണ്.